പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി കേരളത്തിൽ വലിയ വിവാദമായി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന കെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ആ വിവാദത്തിലെ ഒരു പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബിന്ദു മേനോൻ എന്ന് പറയുന്ന വനിത. അവർ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യയാണ്. കൃത്യമായി പറഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യയാണ് ബിന്ദു മേനോൻ. നമുക്കറിയാം, 2013 ഗണേഷ് കുമാർ ആദ്യമായി വിവാഹമോചനം നേടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയുമായി അന്ന് അദ്ദേഹം ഗണേഷ് കുമാർ വിവാഹമോചനം നേടി. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പലപ്പോഴും നമ്മൾ തന്നെ അതിന് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് 2013 അവസാനത്തിലോ 2014 മറ്റോ തുടക്കത്തിലോ മറ്റോ ആണ് ഗണേഷ് കുമാർ ഈ ബിന്ദു മേനോനെ വിവാഹം കഴിക്കുന്നത്. ബിന്ദു മേനോനെ വിവാഹം കഴിക്കുമ്പോൾ അവർ ഗൾഫിൽ ദുബായിലോ മറ്റോ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലെ ഒരു വലിയ ഉദ്യോഗത്തിൽ ഒരു GCC കൺട്രീസിൻ്റെ ഹെഡായിട്ടോ മറ്റോ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അവർ 2013 അവസാനമോ 2014 തുടക്കത്തിലോ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിനുശേഷം കഴിഞ്ഞ 10-12 വർഷക്കാലമായി അവർ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയായി ജീവിക്കുകയാണ്. അതിനിടയിലൊന്നും നമ്മൾ അവരെക്കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. പലപ്പോഴും ഗണേഷ് കുമാറിൻ്റെ കൂടെ ഈ വനിതയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗണേഷ് കുമാറിൻ്റെ സാമൂഹ്യ മാധ്യമ രംഗത്തെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ ബ്രാൻഡ് ചെയ്യുന്നൊരു പ്രവർത്തനത്തിൽ അവരിടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പലപ്പോഴും പല പൊതുപരിപാടികൾക്ക് പോകുമ്പോൾ ഗണേഷ് കുമാറിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ബിന്ദു മേനോനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ചർച്ചകളുടെയൊക്കെ പ്രഭവ കേന്ദ്രമായി ഈ വനിത മാറിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കേരളം ഈ വനിതയുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തുന്നത്. ആ ചർച്ച നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ഏഷ്യാനെറ്റ് ചാനലിൽ കൊടുത്ത ഒരു ടെലിഫോൺ അഭിമുഖ സംഭാഷണത്തിൻ്റെ ഭാഗമായി അവരുടെ ഭർത്താവ് ഗണേഷ് കുമാറിനെതിരെ ഉയർത്തിയ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ ചർച്ചയുടെ ഒരു പ്രഭവ കേന്ദ്രമായി അവർ മാറുന്നത്. തൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ വാളകത്തുള്ള വീട്ടിൽ വെച്ച് കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ താൻ അവരെ കണ്ടു എന്ന് ഗണേഷ് കുമാറിനെ കണ്ടു എന്ന് ഇവർ പുറത്തു പറഞ്ഞു. അത് ചിത്രീകരിക്കാൻ താൻ ശ്രമിച്ചു എന്നും അത് ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അവരെ മുറിയിൽ പൂട്ടിയിട്ടുവെന്നും ആ ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത നിലയിൽ കണ്ട ആ സാഹചര്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫ് കയ്യേറ്റം ചെയ്തു, തൻ്റെ ഇരുന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നൊക്കെ അവർ ഏഷ്യാനെറ്റിൽ അവർ പറഞ്ഞു. അവരുടെ ബന്ധുവായിട്ടുള്ള മുൻ DGP ശ്രീലേഖയെ ഫോണിൽ വിളിച്ചു ഈ വിഷയം പറഞ്ഞപ്പോൾ അവർ 112 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറുണ്ട് പോലീസ് ആസ്ഥാനത്തുള്ള സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നപ്പെട്ടാൽ വിളിക്കാനുള്ളൊരു ടോൾ ഫ്രീ നമ്പറാണ്. അത് വിളിച്ചു കഴിഞ്ഞാൽ ഉടനടി പോലീസ് അവിടെ എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അവിടെ വിളിക്കാൻ പറഞ്ഞു, അവിടെ വിളിച്ചു പോലീസ് വന്നു. പോലീസിനടുത്ത് അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ പോലീസ് ഒരു നടപടിയും എടുക്കാതെ തിരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ അക്കാര്യങ്ങൾ അവർ തന്നെ ഏഷ്യാനെറ്റ് ചാനലിനോട് പരസ്യമായി അവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, എനിക്ക് നല്ല ബന്ധമുള്ള പരിചയമുള്ള ആളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ, അവരോട് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ചിത്രീകരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അവരുടെ ഭർത്താവും ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിനെതിരെ ഉന്നയിച്ചോടുകൂടിയാണ് ആ വനിത കേരളത്തിലെ വലിയൊരു ചർച്ചാ വിഷയമായി അവർ മാറിയതിനെ തുടർന്ന് രാഷ്ട്രീയം വലിയ തോതിൽ ചൂട് പിടിച്ചു. ഗണേഷ് കുമാർ രാജിവെക്കോ ഇല്ലെന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് പോയി. തൊട്ട് പിറ്റേന്ന് എനിക്കൊന്ന് തിങ്കളാഴ്ച മറ്റാണെന്ന് തോന്നുന്നു, ചൊവ്വാഴ്ച മറ്റോ ക്യാബിനറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ക്യാബിനറ്റിലേക്ക് അയാൾ വരുന്നുവെന്നും പിറ്റേ ദിവസം അയാൾ വരുമെന്നും വരുന്നതിന് മുമ്പ് തന്നെ അയാൾ ഒരുപക്ഷെ ചിലപ്പോൾ രാജിവെച്ചേക്കും എന്നൊക്കെ ഉള്ള സംസാരങ്ങളുണ്ടായി. മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനോട് സംസാരിക്കും എന്നുള്ള വാർത്തകൾ ഇടയ്ക്ക് വന്നു.
മുഖ്യമന്ത്രി പോലീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ള വാർത്തകൾ വന്നു. പ്രതിപക്ഷം ഗണേഷ് കുമാറിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളുമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. ഗണേഷ് കുമാർ രാജിവെക്കണമെന്നുള്ള നിലയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ പറഞ്ഞു. വലിയ രാഷ്ട്രീയ രംഗം വലിയ തോതിൽ ചൂടായി നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ഗണേഷ് കുമാർ തൻ്റെ ഭാര്യയുമായി ഒത്തുതീർപ്പിലെത്തി എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുന്നു. ഒത്തുതീർപ്പിലെത്തി എന്ന് വാർത്ത പുറത്തേക്ക് വന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ വനിത പരസ്യമായി വന്ന് താനും ഭർത്താവും തമ്മിലൊരു ഒത്തുതീർപ്പിലെത്തിയെന്നും തനിക്ക് തൻ്റെ ഭർത്താവിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്, അതുപോലൊന്നും ഉണ്ടായതാണ്, എന്തായാലും താൻ വേറെ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പരാതിയുമായി ഒന്നും ബന്ധപ്പെട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്ന് ഒത്തുതീർപ്പ് വാർത്തകൾ. അപ്പോൾ അവിടെ തന്നെ എന്തോ ഒരു ദുരൂഹത നമുക്ക് തോന്നി. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പെട്ടെന്ന് അതിൽ നിന്ന് സ്കൂട്ട് ചെയ്തു പോകുന്നു, പെട്ടെന്ന് ഊരിപ്പോകും. അതിനെ തുടർന്ന് ഗണേഷ് കുമാർ വരുന്നു, ചിരിച്ചുകൊണ്ട് പറയുന്നു, പത്രസമ്മേളനം പത്രക്കാരോട് പറയുന്നു, ഇനി നിങ്ങളുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല, എന്തായാലും എൻ്റെ രാജിയൊന്നുമില്ല, ഇനി ആ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതെല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നങ്ങളങ്ങ് അവസാനിക്കും. സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനിച്ച് നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ യൂട്യൂബിലൂടെ ഞാൻ ഇന്നലെ യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറും അയാളുടെ രണ്ടാം ഭാര്യയുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയം എന്താണ് എന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 2-3 വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞത് ഈ സ്ത്രീ ഉന്നയിച്ച ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല വിഷയം. ഇവരും ഭർത്താവും തമ്മിൽ അഴിമതിപ്പണം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അവർ മെനഞ്ഞെടുത്ത ഒരു കഥയാണ് അവർ പൊതുജനങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ 3 വീഡിയോകളിൽ ഞാൻ പൊതുജനങ്ങളോട് പറയുകയുണ്ടായി. അത് വ്യാപകമായി ആളുകൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നിട്ടാണ് അത് ഞാൻ പറഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം ഇന്ന് മലയാള മനോരമ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായി പറഞ്ഞുകൊണ്ട് വാർത്തകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ വനിത, അവരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 2013-ലോ 2014-ലോ മറ്റോ ഗണേഷ് കുമാറിൻ്റെ വിവാഹം കഴിച്ചു. അതിനുശേഷം അവരെക്കുറിച്ചിട്ട് നമ്മൾ കാര്യമായിട്ടൊന്നും കേട്ടിരുന്നില്ല. ഇപ്പോഴാണ് അവരെക്കുറിച്ചിട്ട് വിശദമായി നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊരു ചെറിയ മീനല്ല, അവരൊരു സങ്കീർണമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ യാമിനി തങ്കച്ചിയുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ നമുക്ക് ബിന്ദു മേനോനെ കഴിയില്ല. അവരെ 2014 വിവാഹം കഴിച്ചു. 2024 വരെ അവർ ഗണേഷ് കുമാറിൻ്റെ ബ്രാൻഡിങ്ങും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ മിക്കവാറും ദുബായിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാറ്, ദുബായ് കേരളമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷട്ടിലടിച്ച് ഇങ്ങനെ അവരിങ്ങനെ കഴിയുമായിരുന്നു. അവരുടെ ബന്ധങ്ങളൊക്കെ നിലനിർത്തി അവരിങ്ങനെ പോവുകയാണ്. എന്നാൽ 2024 ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രി ആയതോടുകൂടി ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ വനിത, ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യ, അവരുടെ പ്രവർത്തന മണ്ഡലം പൂർണ്ണമായി കേരളത്തിലേക്ക് അവർ പറിച്ചു നട്ടു. 2024 മുതൽ അവർ കേരളത്തിലേക്ക് വന്നു. അതായത് ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു തുടർന്ന് അവർ കേരളത്തിലേക്ക് എത്തി എന്നർത്ഥം. പിന്നീട് നമ്മൾ കാണുന്നത് ബിന്ദു മേനോൻ അവരുടെ ഒരു അർമാദമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അവർ പിന്നെ ഇവിടെ വന്ന് നിന്ന് അവർ വെറുതെ നിന്നില്ല, അവരങ്ങോട്ട് ഭരണം ആരംഭിച്ചു. അവരുടെ ബിസിനസ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അവർ ഗണേഷ് കുമാറും അവരും കൂടി കൊടപ്പനക്കുന്നിൽ താമസിക്കുന്ന ആ വീട് തന്നെ അഡ്രസ്സാക്കിക്കൊണ്ട് മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അവർ നടത്തി. മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്ത് എന്നും പറഞ്ഞൊരു ചൊല്ലുണ്ട്. അത് ഓർമ്മ വരും ഈ മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന് ഉള്ള ഈ പേര് കേൾക്കുന്നു. എന്തായാലും പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരൊരു വലിയ ഒരു പ്രസ്ഥാനമായി അവർ പൊടുന്നനെ രൂപാന്തരപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം എന്താ വന്നിരിക്കുന്നത്? CPIയുടെ 2 വകുപ്പുകളിൽ നിന്ന് 2 വലിയ പ്രധാനപ്പെട്ട ഓർഡറുകൾ ഈ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോന് ലഭിച്ചിരിക്കുന്നു. കേരഫെഡിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷം മെട്രിക് ടൺ വെളിച്ചെണ്ണ, മൂല്യം കൂടുതലുള്ള, ഗുണനിലവാരം കൂടുതലുള്ള വെളിച്ചെണ്ണ ഗൾഫ് രാജ്യങ്ങളിൽ വിൽക്കാനുള്ള കുത്തക കരാർ അവർക്ക് ലഭിച്ചതായിട്ട് നമ്മൾ അറിയുന്നു. അതുപോലെ തന്നെ മിൽമയുടെ പല ഉൽപ്പന്നങ്ങളും
ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമൊക്കെ വിൽക്കാനുള്ള കുത്തക കരാറും ഈ വനിതയ്ക്ക് തന്നെ ലഭിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആ 2 കരാറുകളും ടെൻഡർ നടപടികളിലൂടെ അല്ലാതെ അനധികൃതമായിട്ടാണ് ഈ ബിന്ദു മേനോൻ എന്ന് പറഞ്ഞ ഗണേഷ് കുമാറിൻ്റെ 2ാം ഭാര്യയ്ക്ക് ലഭിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഏതൊക്കെ വകുപ്പുകളിൽ നിന്ന് എന്തൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. നിയമസഭാ മന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സ്പീക്കറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ദശലക്ഷക്കണക്കിന് അലങ്കാര പൂച്ചെടികളുടെ പൂച്ചട്ടികൾ വിതരണം ചെയ്തതിനുള്ള കുത്തകാവകാശവും അവർ ആ വകുപ്പിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നു എന്നും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളൂ, ഇവരൊരു ചെറിയ മീനല്ല. അവർ ഗണേഷ് കുമാർ മന്ത്രിയായതോടുകൂടി ഇവിടെ വന്നു നിന്ന് അവരുടെ പണി ആരംഭിച്ചു. അവരുടെ വ്യവസായ മേഖല, അവരുടെ കച്ചവട മേഖല ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം ഫ്രം ഡേ 1 അവരങ്ങ് ആരംഭിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പുറത്തു വരാൻ ഒരുപാടുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതിനിടയിൽ അവർ KSRTCയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കാരണം KSRTC ആണല്ലോ അവരുടെ ഭർത്താവ് ഭരിക്കുന്ന വകുപ്പ്. ആ വകുപ്പിലോട്ട് അവരങ്ങ് കയറി ചെന്നു. ബുൾ ഇൻ ദ ചൈന ഷോപ്പ് എന്ന് പറയുന്ന പോലെ KSRTCയിലേക്ക് അവരങ്ങോട്ട് കയറി ചെന്നു. KSRTCയിൽ അവരങ്ങോട്ട് ഭരണം തുടങ്ങി. തുടക്കത്തിൽ തന്നെ ഗണേഷ് കുമാർ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ ഈ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവരുമായി ചർച്ച ചെയ്യണം എന്നുള്ള നിലയിൽ ആദ്യം തന്നെ പറഞ്ഞു. അതോടുകൂടി അവർ നേരിട്ട് തന്നെ അങ്ങ് ഭരണം തുടങ്ങി. അവരെ KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരുടെ സ്വന്തം വീട്ടിലെ ഹോം തിയേറ്ററിൽ വിളിച്ച് മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏതോ ഒരു ഘട്ടത്തിൽ എന്തോ KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ മാനേജിംഗ് ഡയറക്ടർ മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ബിജു പ്രഭാകരെ വിളിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു IAS കാരനാണല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നടത്തി ചില പരിചയങ്ങളൊക്കെ ഉള്ളതാണ്, കുറച്ച് വിവരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്നെ തൽക്കാലം ക്ലാസ് എടുക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറി എന്നാണ് പറയുന്നത്. എന്തായാലും അവിടെയുള്ള മറ്റുദ്യോഗസ്ഥന്മാർ, മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥന്മാരെ വരെ ഈ സ്ത്രീ വിളിച്ച് അവരുടെ ഹോം തിയേറ്ററിൽ വെച്ച് മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കുമായിരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ KSRTCയിലെ ഭരണം തന്നെ അവരങ്ങ് ഏറ്റെടുത്തു. അവിടെ എന്തോ പ്രമോദ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഓർഡിനൻസ്, കേന്ദ്രത്തിൽ ഓർഡിനൻസ് വകുപ്പിൽ നിന്ന് വന്ന ഒരു ഇടനില ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അയാൾ വഴിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KSRTCയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ നിയന്ത്രിക്കുന്നു എന്നുള്ള നിലയിലേക്ക് അവരങ്ങ് മാറി. മാനേജ്മെൻറ്റ് ക്ലാസ് എടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരങ്ങ് മാറി. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇന്നലെ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ KSRTCക്ക് 300 ബസ് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിംഗപ്പൂരിലും മലേഷ്യയിലേക്ക് പോയി ആ ഇടപാടുകളുടെയൊക്കെ നേതൃത്വമൊക്കെ അവർ വഹിച്ചു. അങ്ങനെ അവർ മുഖ്യമന്ത്രിയുടെ മകളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. മന്ത്രിമാരുടെ ഭാര്യമാരുമൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ വനിത, ഈ ഗണേഷ് കുമാറിൻ്റെ 2ാം ഭാര്യ ബിന്ദു മേനോൻ, അവരുടെ ഭരണ നൈപുണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയുടെ ഭാഗമായി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഒട്ടേറെ വാണിജ്യ കരാറുകൾ അനധികൃതമായി അവർ നേടിയെടുക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. KSRTCയിൽ അവരും ഭർത്താവും 2 മന്ത്രിമാരാണ് എന്നുള്ള നിലയിലുള്ള വിവരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കഥകൾ ഇനിയും വരാനുണ്ട്. അത് വരുന്ന മുറയ്ക്ക് പ്രതിപക്ഷ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിങ്ങളെ ഈ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ പല വനിതകളെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മൾ സോളാർ പരാതിക്കാരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ സോളാർ പരാതിക്കാരിയുമായിട്ടൊന്നും ഇവരെ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം സോളാർ പരാതിക്കാരിയേക്കാളൊക്കെ 1,00,000 ഇരട്ടി ബുദ്ധിശാലിയാണ് ഈ ബിന്ദു മേനോൻ. സോളാർ പരാതിക്കാരി എന്ന് പറഞ്ഞാൽ അവരൊരു സാധാരണ ഒരു എൻ്റർപ്രൈനർ മാത്രമായിരുന്നു. പക്ഷേ ഇവരതല്ലല്ലോ. ഇവർ ഉന്നതമായൊരു ജോലി ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ്. ഏഷ്യാനെറ്റ് പോലുള്ള വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. 2, അവർ ഒരു മന്ത്രിയുടെ ഭാര്യയാണ്. അപ്പം അങ്ങനെയുള്ള ചില അഡ്വാൻറ്റേജസ് ഒക്കെ അവർക്കുണ്ട്. പക്ഷേ ആ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളപ്പോൾ തന്നെ അതിനപ്പുറത്തെ അതിബുദ്ധിമതിയായിട്ടുള്ള, തന്ത്രശാലിയായിട്ടുള്ള ഒരു വനിതയാണ് ഇവർ എന്നാണ് ഇവരെ അടുത്ത് അറിയാവുന്നവർ പറയുന്നത്. പെട്ടെന്ന് തന്നെ അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വാധീനിക്കുകയും കൺവിൻസ് ചെയ്യിക്കുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഒരുപാട് കഥകൾ ഇനി പുറത്ത് വരാനുണ്ട്. എന്തായാലും അവരൊരു ചെറിയ ആളല്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ കേരളത്തിൽ അവരോടൊപ്പം അവരുടെ 2 സഹോദരിമാരും കേരളത്തിലേക്ക് താമസം മാറ്റി, അവരുടെ 2 സഹോദരിമാരും അവരോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ കച്ചവട പ്രവർത്തനങ്ങളിൽ ഈ സഹോദരിമാരും ഇടപെട്ട്
കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിബുദ്ധിമതിയാണ് ഈ വനിത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ നടത്തിയ ആ ശ്രമം പരാജയപ്പെട്ടപ്പോൾ അവരേത് നിലയിലാണ് അവരുടെ ഭർത്താവായിട്ടുള്ള ഗണേഷ് കുമാറിനെ കുരുക്കിയത് എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവരെത്ര തന്ത്രശാലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പുറമേ അവർ തമ്മിൽ ഒത്തുതീർപ്പായിട്ടുണ്ടെങ്കിലും അവർ ഗണേശിനെ ഒരു നിലയിൽ, ഗണേഷ് കുമാറിൻ്റെ കയ്യിലുള്ള ഏതാണ്ട് 1000 കോടി രൂപയുടെ സ്വത്ത് അയാളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ നിന്ന് ചോർന്ന് ഇവരിലേക്ക് പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് ഇവരുടെ വിമർശകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വനിത വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ആ വനിതയുടെ പേര് ബിന്ദു മേനോൻ എന്നാണ്. അവർ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഗതാഗത മന്ത്രിയുടെ 2ാം ഭാര്യയാണ്. അവരെക്കുറിച്ച് ഇനിയും ഒരുപാട് വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അത് പുറത്തു വന്ന് കഴിയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അതാത് സമയത്ത് എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുന്നത്.